കാവശ്ശേരി പത്തനാപുരം പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കാവശ്ശേരി തരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പത്തനാപുരം പാലം. പഴയ പാലം പൊളിച്ച് താൽക്കാലിക നടപ്പാലമൊരുക്കിയെങ്കിലും രണ്ടും ഗായത്രിപ്പുഴയെടുത്തത് പത്തനാപുരത്തുകാരെ ദുരിതത്തിലാക്കിയിരുന്നു. ദ്വീപിന് നടുവിലെന്ന പോലെയാണ് ഇപ്പോഴും നിരവധി കുടുംബങ്ങൾ കഴിയുന്നത്. പുതിയ പാലത്തിന്റെ പണി പൊതുമരാമത്ത് വകുപ്പ് വേഗത്തിലാക്കിയത് പാലക്കാട് കാവശ്ശേരി പത്തനാപുരത്തുകാർക്ക് ആശ്വാസമാവുകയാണ്. ഗായത്രിപ്പുഴയുടെ ഒഴുക്കിനേക്കാൾ ശക്തിയിലായിരുന്നു പാലത്തിനായുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾ. തുടർന്നാണ് പുതിയ പാലം നിർമ്മാണം തുടങ്ങിയത്. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയാണ് പുത്തൻ പാലമൊരുങ്ങുന്നത്. യാഥാർത്ഥ്യമായാൽ പത്തനാപുരത്തുകാർക്ക് ആലത്തൂരിലേക്ക് വേഗത്തിലെത്താനുള്ള സൗകര്യമാണിത്. 14 കിലോമീറ്ററിലധികം ചുറ്റി പത്തനാപുരത്തുകാർക്ക് ആലത്തൂരിലെത്തേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏറെനാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമാവും. തരൂർ, തോണിപ്പാടം, കാവശ്ശേരി, പത്തനാപുരം പ്രദേശത്തുകാരാണ് പ്രധാനമായും ഇതുവഴി യാത്ര ചെയ്യുന്നത്. കാവശ്ശേരി പൂരത്തിന് മുൻപ് പുതിയ പാലം തുറന്നു നൽകാനാവുമെന്ന് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. രണ്ടു പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഗായത്രിപ്പുഴ പാലം കഴിഞ്ഞ സീസണിൽ നമ്മൾ പണിയാൻ വേണ്ടി പൊളിച്ചപ്പോൾ മഴ ശക്തമായതുകൊണ്ട് വളരെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മളിപ്പോൾ സമാന്തര പാതയിട്ട് പോലും മഴ പെയ്ത് വെള്ളം തള്ളിപ്പോയിട്ട് വളരെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം തരൂർ പഞ്ചായത്ത് കാവശ്ശേരി പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇപ്പോൾ അത് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാവശ്ശേരി പൂരം എന്ന് പറയാം, പൂരം ആകുമ്പോഴേക്ക് തന്നെ കഴിക്കണമെന്നുള്ളതിലാണ് ഇപ്പോൾ ഏകദേശം മുക്കാലും കണ്ടായി. മാർച്ച് ഏപ്രിലോട് കൂടി എന്തായാലും 100% കഴിക്കാൻ കഴിയുമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.